ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പം റംസാൻ ടൈമിൽ സ്നാക്സ് പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പത്തിന് കറി ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം നോർമൽ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ടർക്കിഷ് ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനെ ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ടർക്കിഷ് ചിക്കൻ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും അതിൻ്റെ ബാക്കിയുള്ള അരപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് അവർ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനായി വീണ്ടും ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഈ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചീസ് സ്ലൈസസും വീണ്ടും കുറച്ച് കസൂരി മേത്തിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വീണ്ടും ഒന്ന് മൂടി വെച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡിയായി. അപ്പോൾ അത്രയുള്ളൂ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അല്ലാഹ് ഹാഫിസ്.